ഹരി ഓം. പാലക്കാട് ജില്ലയിൽ കൽപ്പാത്തി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ബ്രാഹ്മണരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ കാശിക്ക് പോയി പൈസയായി മൂപ്പർക്ക് നടക്കാൻ. ഇനി കാശിക്ക് വരാൻ പണ്ടൊക്കെ നടന്നല്ലേ പോവുക. ഭഗവാനെ എനിക്കിനി വയ്യ, അപ്പോൾ ഭഗവാൻ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ ബ്രാഹ്മണൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ കൽപ്പാത്തിയിൽ കാശി വിശ്വനാഥനായിട്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ എല്ലാ കലകളുടെയും കലവറയാണ് കൽപ്പാത്തി. സംഗീതം അവിടെ നിന്നാണ് ഈ പാലക്കാട് ജില്ലയിലേക്ക് പടർന്നു പിടിച്ചിരിക്കുന്നത്. മൃദംഗമായാലും വീണയായാലും വായ്പാട്ടായാലും എല്ലാം ഈ കൽപ്പാത്തി പറഞ്ഞ ഒരു കലാകാരന്മാരുടെ നാടാണ്. അപ്പോൾ അവിടെ സത്വഗുണപ്രധാനികളായ ബ്രാഹ്മണരാണ്. അവിടുത്തെ കൽപ്പാത്തിയിലത്തെ തേര് ഭയങ്കര നാട് മുഴുവൻ പ്രസിദ്ധമുള്ളതാണ്. അതിൻ്റെ ഓരത്തൊരു പുഴയുണ്ട്, കൽപ്പാത്തി പുഴ. ഈ ദൂരസ്ഥലത്തൊന്നും പോയി ബലിതർപ്പണം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഈ കൽപ്പാത്തി പുഴയിലാണ് പിതൃക്കൾക്ക് ബലിയിടുക. അതേപോലെ വളരെ ഒരു പുണ്യസ്ഥലമാണ് ഈ കൽപ്പാത്തി പറഞ്ഞ സ്ഥലം. അതിൻ്റെ അടുത്ത് ജീവിക്കാൻ പറ്റിയ ഞങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ കാശിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ കാശി വിശ്വനാഥനെ തൊഴുകാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കും. പാലക്കാട് ജില്ലയിലെ എല്ലാവർക്കും ഈ കാശി വിശ്വനാഥ സ്വാമിയെ പിന്നെ കാശി പാതി കൽപ്പാത്തി എന്നാണ് പറയുക. അപ്പോൾ ഈ കൽപ്പാത്തി തേരും ലോകപ്രസിദ്ധി ആർജിച്ചതാണ്. പാലക്കാട്ടുകാരെ അപേക്ഷിച്ച് ഈ കൽപ്പാത്തി തേരൊരു വലിയ ഉത്സവമാണ്. കുട്ടി കൂടി അപാലവൃദ്ധം ജനങ്ങളും അത് കാണാൻ പോവും. അത് കഴിഞ്ഞിട്ട് ഒരു കട കാണാൻ പോക്കുണ്ട്. പണ്ടുള്ള കാലത്തൊന്നും ടൗണല്ല. അപ്പോൾ ഈ കട കാണാൻ പോക്കെന്ന് പറഞ്ഞാൽ എല്ലാ കച്ചവടക്കാരും, കൽച്ചട്ടി തെരുവ് പറഞ്ഞൊരു തെരുവുണ്ട് അവിടെ. എല്ലാ സാധനവും കിട്ടും. എല്ലാ കച്ചവടക്കാരും ഈ കൽപ്പാത്തി തേരിന് വരും. അവസാനം ഈ കടകളൊക്കെ പോകുന്നത് ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂരിക്കാണ് പോവുക. അപ്പോൾ ഈ കൽപ്പാത്തി ഒരു പുണ്യസ്ഥലമാണ്. എല്ലാവരും വന്ന് കാണുക. കാണാത്തവർ ചുരുക്കമായിരിക്കും, എന്നാലും എല്ലാവരും വന്ന് കാണുക. ഹരി ഓം.